സുന്നത്താവുന്ന കുറെ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഇന്നലെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്താൽ ശേഷം വുദൂഎടുക്കൽ സുന്നത്താണെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് നമുക്ക് പറയാനുള്ളത് ചില കാര്യങ്ങൾക്ക് മുന്നോടിയായി വുദൂഎടുക്കൽ സുന്നത്താണ്. ആ കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ ഓതാൻ വുദൂ വേണ്ട ആവശ്യമില്ല, നിർബന്ധമില്ല. പക്ഷേ ഖുർആൻ തൊടാൻ വുദൂ വേണം, ഖുർആൻ ചുമക്കാൻ വുദൂ വേണം. പക്ഷെ ഖുർആൻ പാരായണം ചെയ്യണം എന്നതിന് വുദൂ ഉണ്ടായിരിക്കൽ സുന്നത്താണ്. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഖുർആൻ അറിയാവുന്ന സുഹൃത്തുക്കൾ പാരായണം ചെയ്യും. അതുപോലെ നമ്മുടെ വീടുകളിൽ ഇരിക്കുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു അത്ഹർ കാണാൻ പറ്റും. വുദൂ ഇല്ലാതെ ഖുർആൻ പാരായണം ചെയ്താൽ അതിന് 10 കൂലിയാണ്. ഒരു അക്ഷരത്തിന് 10 കൂലി. വുദൂ ഇല്ലാതെ പാരായണം ചെയ്യുന്ന ഖുർആൻ പാരായണത്തിന് ഒരു അക്ഷരത്തിന് 10 കൂലി. അതേസമയം വുദൂയോടുകൂടെ ഒരാൾ പാരായണം ചെയ്യുമ്പോൾ അതിന് 25 കൂലിയാണ്. നിസ്കാരത്തിൽ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിന്ന് നിസ്കരിക്കുന്നവനാണെങ്കിൽ ഒരു അക്ഷരത്തിന് 100 കൂലിയാണ്. ഇരുന്ന് നിസ്കരിക്കുന്നവരുടെ ഖുർആൻ പാരായണത്തിന് 50 കൂലിയാണ് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ മുസ്ഹഫ് തൊടാനും ചുമക്കാനും ഖുർആൻ വേണം, അല്ല വുദൂ വേണം, നിർബന്ധമാണ്. മുസ്ഹഫ് തൊടാനും ചുമക്കാനും വുദൂ ഉണ്ടായിരിക്കുന്നത് നിർബന്ധമാണ്. പക്ഷെ ഖുർആൻ പാരായണം ചെയ്യാൻ വുദൂ ഉണ്ടായിരിക്കാൻ നിർബന്ധമില്ല എങ്കിലും സുന്നത്താണ്. രണ്ടാണ്. അതുപോലെ റിവായത്ത് ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ വുദൂ ഉണ്ടായിരിക്കൽ സുന്നത്താണ്. വസമാഉഹുമാ ഖുർആനും ഹദീസും കേൾക്കാൻ വേണ്ടിയും വുദൂ ഉണ്ടായിരിക്കൽ സുന്നത്താണ്. ഖുർആൻ വേറെ ഒരാൾ ഇങ്ങനെ ഓതുകയാണ്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക, എന്നാൽ വുദൂ ഉണ്ടായിരിക്കൽ സുന്നത്താണ്. അങ്ങനെ വുദൂ ഉണ്ടാകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഖുർആൻ ഓതുന്ന സമയത്ത് 14 സ്ഥലങ്ങളിൽ സജദയുടെ ആയത്തുകളുണ്ട്, സുജൂദ് ചെയ്യേണ്ട ആയത്തുകൾ. അപ്പൊ നമ്മൾ ഖുർആൻ ഓതുന്നില്ല, വേറെ ഒരാൾ ഖുർആൻ ഓതുന്നത് കേൾക്കുകയാണ് എങ്കിൽ അയാൾക്ക് ആ സജദയുടെ തിലാവത്തിന്റെ സുജൂദ് സുന്നത്തായതുപോലെ അത് കേൾക്കുന്ന ആളുകൾക്കും തിലാവത്തിന്റെ സുജൂദ് സുന്നത്താണ്. അപ്പൊ നമുക്കത് ഓതുണ്ടെങ്കിലേ പറ്റുള്ളൂ, ഓതുമില്ലാതെ സുജൂദ് ചെയ്യാൻ പറ്റത്തില്ല, ഹറാമാണ്. വുദൂ നിർബന്ധമായ കാര്യങ്ങളിൽ പെട്ടതാണ്. സുജൂദ് ചെയ്യാൻ വുദൂ വേണം, നമസ്കരിക്കാൻ വുദൂ വേണം, ഖുർആൻ ചെയ്യാൻ വുദൂ വേണം, ഖുർആൻ തൊടാൻ വുദൂ വേണം, ഖുർആൻ ചുമക്കാൻ വുദൂ വേണം. അതേസമയം ഖുർആൻ കേൾക്കുക, വേറെ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഖുർആൻ കേൾക്കുക, അതിനു വേണ്ടി വുദൂ ഉണ്ടാക്കൽ സുന്നത്താണ് എന്ന് ഫഖഹാവ് പറയുന്നു. അതുപോലെ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലാൻ വുദൂ ഉണ്ടായിരിക്കൽ സുന്നത്താണ്. ദിക്റിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുക, നമുക്ക് വുദൂ ഉണ്ടാക്കേണ്ടതില്ല. അപ്പോൾ സാധാരണയിൽ കിട്ടുന്നതിന്റെ ഇരട്ടി കൂലി നമുക്ക് ലഭിക്കും. ഖുർആൻ ഓതുമ്പോഴും സ്വലാത്ത് ചൊല്ലുമ്പോഴും അതുപോലെ ദിക്ർ ചൊല്ലുമ്പോഴും ഒക്കെ വുദൂ ഉണ്ടായാൽ ഇരട്ടി പ്രതിഫലം വരാം. എന്നാൽ വുദൂ ഇല്ലാതെ ദിക്ർ ചൊല്ലിക്കൂടെ? ചെല്ലാൻ ഒരു വിരോധമില്ല. നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ ആർത്തവമുള്ള സമയമാണ്, ആർത്തവമുള്ള സമയത്ത് വുദൂ ഉണ്ടാക്കാൻ പാടില്ല, ഹറാമാണ്. ആർത്തവം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വുദൂവിന്റെ ഫർദിനെ വേണ്ടി പറഞ്ഞു വുദൂ ഉണ്ടാക്കാൻ, ശരീരത്തെ പറഞ്ഞു വുദൂ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി വുദൂ
ഞാൻ ഉണ്ടാക്കുമെന്ന് പറയുന്നത് ഇതൊക്കെ തെറ്റാണ്. കാരണം അവർക്ക് ശുദ്ധിയാവുക എന്നൊരു പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. പക്ഷെ അർത്ഥമുള്ള ആ സ്ത്രീകൾക്ക് ദിക്ർ ചെല്ലാം, മൗലീദ് ഓതാം, ഒക്കെ ചെയ്യാം. പറഞ്ഞുകൊണ്ടല്ലോ ദിക്ർ ചെല്ലാൻ വേണ്ടി ഉണ്ടായിരിക്കാൻ നിർബന്ധമില്ല, എങ്കിലും സുന്നത്താണ്. പിന്നെ അതുപോലെ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കാം സുന്നത്താണ്. രാവിലെ മദ്രസയിലൊക്കെ പോകുമ്പോൾ കുട്ടികളോട് കഴിവുണ്ടാക്കി അവർക്ക് അക്കല് കൂടും, ഫഹ്മ് വർദ്ധിക്കും, ഹിഫ്ദിന്റെ ശക്തി വർദ്ധിക്കും. മാത്രമല്ല പഠിച്ച കാര്യങ്ങൾ പിന്നെ മറക്കാതിരിക്കാനുള്ള സഹായകരമാണ്. ശറഈയായ ഇൽമു പഠിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ശറഈയായ ഇൽമു പഠിക്കുന്ന ഒരു സദസ്സാണ്. സദസ്സിലെത്തുമ്പോൾ വുളൂ ഉണ്ടായിരിക്കും സുന്നത്താണ്. അതുപോലെ ഇൽമു പഠിക്കുന്ന ആളുകൾക്കും വുളൂ ഉണ്ടായിരിക്കൽ സുന്നത്താണ്. ഇപ്പൊ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് വുളൂ ഉണ്ടായിരിക്കൽ സുന്നത്താണ്. അതുപോലെ മസ്ജിദിൽ പള്ളിയിൽ പ്രവേശിക്കാൻ വുളൂ ഉണ്ടായിരിക്കൽ സുന്നത്താണ്. പള്ളി കയറുമ്പോഴെല്ലാം വുളൂ വേണം എന്ന നിർബന്ധമൊന്നുമില്ല. വുളൂ ഇല്ലാതെ പള്ളിയിൽ പ്രവേശിക്കാം. ജനാബത്തുകാരനായ ആൾക്ക് പള്ളിയിൽ പ്രവേശിക്കൽ ഹറാമാണ്. പള്ളി നിർബന്ധമായ അവസ്ഥയിൽ പള്ളിയിൽ പ്രവേശിക്കൽ ഹറാമാണ്. കുളിച്ചതിന് ശേഷം മാത്രമേ പള്ളിയിൽ കയറാവൂ. പക്ഷെ വുളൂവോടുകൂടെയാണ് പള്ളിയിൽ പ്രവേശിക്കേണ്ടത്. അതാണ് അതിന്റെ സുന്നത്ത്. അതാണ് പറയുന്നത്. എപ്പോൾ പള്ളിയിൽ കയറുകയാണെങ്കിലും വുളൂ ഉണ്ടാക്കിയിട്ടില്ല. നമ്മളിപ്പോൾ നിക്കാഹിന് വേണ്ടി പറയുകയാണ്. ആ നിക്കാഹ് കഴിഞ്ഞ നമ്മൾ കല്യാണത്തിനൊക്കെ പോകും, അവിടെ നിസ്കാരമൊന്നുമില്ല എന്ന് നമുക്കറിയാം. എങ്കിലും പള്ളിയിൽ പ്രവേശിക്കുകയാണല്ലോ എന്ന് കരുതി ഒരു വുളൂ ഉണ്ടാക്കാൻ സുന്നത്ത്. പള്ളിയിൽ കയറുമ്പോഴൊക്കെ തഹിയ്യത്ത് സുന്നത്തുണ്ടല്ലോ. നമസ്കരിക്കണമെങ്കിൽ എന്തായാലും വുളൂ വേണം. അത് വേറെ കാര്യം. അപ്പോൾ പള്ളിയിൽ പ്രവേശിക്കാൻ വേണ്ടി വുളൂ ഉണ്ടാക്കുക. അതുപോലെ വസിയാറത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വുളൂ ഉണ്ടാക്കൽ സുന്നത്താണ്. വകദാ സിയാറത്തു സായിരിൽ ഖുബൂർ, മറ്റ് ഖബറുകളെല്ലാം സിയാറത്ത് ചെയ്യാൻ വേണ്ടി വുളൂ ഉണ്ടാക്കൽ സുന്നത്താണ്. അവർ സിയാറത്ത് പോകണമെങ്കിൽ അപ്പോൾ വുളൂ ഉണ്ടാക്കിയിട്ട് പോവാം, സുന്നത്താണ്. അതുപോലെ വെള്ളിയാഴ്ച അല്ലാത്ത നിസ്കാരങ്ങൾക്കുള്ള ഖുതുബ, വെള്ളിയാഴ്ചയുടെ ഖുതുബക്ക് വുളൂ ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്, ശർത്തമാണ്. ഖുതുബയുടെ വെള്ളിയാഴ്ച ഖുതുബ എന്ന് പറയുന്നത് ജുമുഅ നിസ്കാരത്തിന്റെ ശർത്തമാണ്. അതുകൊണ്ട് അതിന് വുളൂ ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. അല്ലാത്ത സുന്നത്തായ പെരുന്നാൾ നിസ്കാരം, പഴയ നിസ്കാരം, മറ്റു ഖുതുബകളെല്ലാം അതിനു വേണ്ടി വുളൂ ഉണ്ടാക്കാൻ സുന്നത്താണ്. അതുപോലെ ഉറങ്ങാൻ വേണ്ടി വുളൂ ഉണ്ടാക്കാൻ സുന്നത്താണ്. ഉറങ്ങാൻ വേണ്ടി വുളൂ ഉണ്ടാക്കാൻ സുന്നത്താണ്. ഭാര്യയും ഭർത്താവും ഒന്നിച്ചായിട്ട് ഉറങ്ങാൻ പോകുന്നതിനാൽ വുളൂ ഉണ്ടാക്കാൻ സുന്നത്താണ്. ഫഖഹാവ് പറയുന്നത്. അതുപോലെ ബാങ്ക് വിളിക്കാൻ വേണ്ടി വുളൂ ഉണ്ടാക്കാൻ സുന്നത്താണ്. ഇഖാമത്ത് കൊടുക്കാൻ വേണ്ടി വുളൂ ഉണ്ടാക്കാൻ സുന്നത്താണ്. ഇവിടെ ഇഖാമത്ത് എന്ന ആ ഒരൊറ്റ അർത്ഥത്തിലൂടെ ചിന്തിക്കുന്നത്, ഇഖാമത്ത് കഴിഞ്ഞ നിസ്കാരത്തിന് വുളൂ ഉണ്ടാക്കാൻ എപ്പോഴും ഇഖാമത്തിന് വേണ്ടി എന്ന കൂടുതൽ കൂടെയില്ല. ഇഖാമത്ത് എന്ന നിലയിൽ മാത്രം ചിന്തിക്കുമ്പോൾ അതിന് വുളൂ ഉണ്ടാക്കാൻ സുന്നത്താണ്. അതുപോലെ റസൂൽ വിളിക്കുന്നതിന് മുമ്പായി വുളൂ ഉണ്ടാക്കൽ സുന്നത്താണ്. ഫർളോ സുന്നത്തോ ആയ ഏത് കുളി കുളിക്കുമ്പോഴും, എനിക്ക് ഫർളായ കുളി, എനിക്ക് സുന്നത്തായ കുളി, ജുമുഅക്ക് കുളിയുണ്ട്. അപ്പൊ ആ ജുമുഅയുടെ കുളി കുളിക്കുന്നതിന് മുമ്പ് ഒരു വുളൂ ഉണ്ടാക്കുക. അത് പറ്റില്ലെങ്കിൽ അതിന്റെ ഇടയിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിന്റെ ശേഷം ഉണ്ടാക്കുക. എങ്ങനെയായാലും ആ കുളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വുളൂ ഉണ്ടാക്കാൻ സുന്നത്താണ്. മുമ്പാകലാണ് ഉണ്ടാക്കുക. ഫർളായ കുളി ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഫർളായ കുളിയുണ്ട്. വലിയ ശക്തിയെ ഞാൻ ഉയർത്തുന്നു എന്ന് കൊണ്ട് കുളിക്കണം.
നമുക്ക് കുളിയെ കുറിച്ച് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഈ കുളിയുടെ മുമ്പായിട്ട് ഫർദായ കുളിയായാലും വേണ്ടിയില്ല, സുന്നത്തായ കുളിയായാലും വേണ്ടിയില്ല, ആ കുളിക്ക് മുമ്പായിട്ട് ഉണ്ടാക്കൽ സുന്നത്താണ്. അതുപോലെ ജനാബത്തുകാരനായ ആള് ഭാര്യയുമായി ബന്ധപ്പെട്ട് കുളി നിർബന്ധമായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ കുളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ആ കുളിയുടെ മുൻപായി അദ്ദേഹം വല്ലതും കഴിക്കുകയോ അല്ലെങ്കിൽ കുടിക്കുകയോ അല്ലെങ്കിൽ ഉറങ്ങാൻ പോവുകയോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഉണ്ടാക്കൽ സുന്നത്താണ്. സത്യത്തിൽ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വലിയ അശുദ്ധിയെ ഒന്ന് ലഘൂകരിക്കുകയാണ് ചെയ്യുന്നത്. വലിയ അശുദ്ധിക്കാരനായിട്ട് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ വലിയ അശുദ്ധിക്കാരനായി ഉറങ്ങുക, വലിയ അശുദ്ധിക്കാരനായി വെള്ളം കുടിക്കുക, ഇതൊക്കെ ഫഖറുണ്ടാക്കുന്ന കാര്യമാണ്, ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജനാബത്തുകാരൻ വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് മുമ്പായി ഉണ്ടാക്കൽ സുന്നത്താണ്. അതുപോലെ മയ്യത്തിനെ ചുമക്കാൻ വേണ്ടി ഉണ്ടാക്കൽ സുന്നത്താണ്. മയ്യത്തെ ചുമക്കാൻ പോവുക എങ്കിലൊന്നും ഉണ്ടാക്കാം. ഏതായാലും പള്ളിയത്തെ അനുസരിക്കുമല്ലോ, അപ്പോൾ ഉണ്ടാക്കാന്നല്ല, അതിൽ തന്നെ രോഗം ഉണ്ടാക്കിയിട്ട് മയ്യത്തിനെ ചുമക്കുക. തഫ്സീറിന്റെ കിതാബുകൾ എടുക്കാൻ വേണ്ടി ഉണ്ടാക്കൽ സുന്നത്താണ്. തഫ്സീർ എന്ന് പറയുമ്പോൾ ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾക്കാണ് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഖുർആൻ ഉള്ളത് കൊണ്ട് ആ ഖുർആനിന്റെ ബഹുമാനം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കാൻ സുന്നത്താണ്. തഫ്സീർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഖുർആനിനേക്കാൾ കൂടുതൽ അക്ഷരങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് സുന്നത്തായി മാറിയത്. അതേസമയം ഖുർആൻ വേറെ അതിനുണ്ട്, തഫ്സീർ അതിന് ചുറ്റുപാട് വേറെയുണ്ട്. അതിനെ ഉണ്ടാക്കാൻ നിർബന്ധമാണ്. ഖുർആനും തഫ്സീറും തമ്മിൽ കൂട്ടിക്കടത്തിപ്പോയ തഫ്സീറുകൾ, അങ്ങനെയുള്ള തഫ്സീറുകൾ ആണ് ഇപ്പോൾ ഉണ്ടാക്കി സുന്നത്തുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ പള്ളികളിലൊക്കെ ചില തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ വരുന്നുണ്ട്. അതിന്റെ മധ്യഭാഗത്ത് ഖുർആനായിട്ട് തന്നെ പോകുന്നത് കറക്റ്റായിട്ട്, അതിന്റെ ചുറ്റുഭാഗത്ത് ഖുർആൻ എടുത്ത് എഴുതുകയും പിന്നെ തഫ്സീർ കൊടുക്കുകയും, അങ്ങനത്തെ ഗ്രന്ഥങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടേ തൊടാറാം. കാരണം അതിന് ഖുർആനിലെ അക്ഷരങ്ങൾ തഫ്സീറിനേക്കാൾ കൂടുതലുണ്ട്. ഖുർആനും ഖുർആനിന്റെ വ്യാഖ്യാനവും തമ്മിൽ കൂട്ടിയാൽ തഫ്സീറിന്റെ അക്ഷരങ്ങൾ ഖുർആനിനേക്കാൾ മികച്ചു നിൽക്കുന്നു. അങ്ങനെയുള്ള തഫ്സീറുകൾ ഉണ്ടാക്കാൻ സുന്നത്താണ്. ജലാലൈനി പള്ളിതർശിലോത്താണ് ജലാലൈനിയൊക്കെ ഒന്നുണ്ടാക്കാൻ അത് വളരെ വേണ്ടി ഒന്നുണ്ടാക്കാൻ സുന്നത്താണ്. കാരണം സുന്നത്താന്ന് പറഞ്ഞാൽ ശക്തമായ സുന്നത്താന്ന് പറയണം. കാരണം അത് വളരെ കുറച്ച് അക്ഷരങ്ങളെ ഖുർആനിനേക്കാൾ കൂടുതലില്ലാത്ത ഖുർആനിന്റെ അക്ഷരങ്ങളെക്കാൾ കൂടുതലില്ലാത്ത തഫ്സീറുകൾ തൊടാൻ എന്തായാലും ഒന്നുണ്ടായി. ഖുർആനിനേക്കാൾ കൂടുതൽ തഫ്സീറിന്റെ അക്ഷരങ്ങളുള്ള തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ എടുക്കുമ്പോൾ അവിടെ ഉണ്ടാക്കാൻ നിർബന്ധമാണ് എന്ന് പറയുന്നില്ല. എങ്കിലും ഖുർആൻ ഉണ്ടല്ലോ അതിൽ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ സുന്നത്താണെന്ന് സ്വഭാവം പറയുന്നത്. അതുപോലെ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കാം, അറഫയിൽ നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കാം. ജംറകളിലേക്കുള്ള ഇറച്ചിലുണ്ട്, അതിന് ഉണ്ടാക്കാൻ സുന്നത്താണ്. സുന്നത്തായ എന്ത് ഉണ്ടാക്കുമ്പോഴും അതിന് ഫർദിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് തന്നെ ഉണ്ടാക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ വെള്ളിയാഴ്ച കുളിക്കുകയുണ്ട്, നമ്മളെന്താ പറയാ, വെള്ളിയാഴ്ചയുടെ എന്നത്തോട് കുളിക്കുന്നു എന്ന് പറയാം. പെരുന്നാളിനെ കുളിക്കണം, അപ്പൊ പെരുന്നാളിന് വേണ്ടി കുളിക്കുന്നു എന്ന് പറയും. മഴയെ തേടാൻ വേണ്ടി കുളിക്കണം, അപ്പൊ മഴയെ തേടാൻ വേണ്ടി മഴ തേടുന്ന നിസ്കാരത്തിന് വേണ്ടി കുളിക്കുന്നു. അവിടെയൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ആ കുളിയുടെ കാരണമാണ് പറയാറുള്ളത്. പക്ഷെ വുളൂഇൽ അങ്ങനെ കാരണം പറയാൻ പറ്റില്ല.
പറഞ്ഞാൽ മുസാഫ് തൊടാൻ വേണ്ടി ഒന്നുണ്ടാക്കണം, പറഞ്ഞാൽ വേണ്ടി ഒന്നുണ്ടാക്കണം, ഇതിലെല്ലാം ഒന്നുണ്ടാക്കണം, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എപ്പോഴും അതിൻ്റെ ഫർമായ നിയമത്തിൽ നോക്കണം എന്നാണ് അള്ളാഹുവിൻ്റെ ഫർമായ ഞാൻ കൊണ്ടുപോകും. നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കാൻ പോകും, ചെറിയ ആശാശയെ ഞാൻ ഉയർത്തുന്നു. ഇങ്ങനെയുള്ള നിയത്തുകൾ തന്നെ നോക്കണം. കുളിയാകുമ്പോൾ സുന്നത്തായ ആ നിയത്ത് വെച്ചുകൊണ്ട് നമുക്ക് കുളിക്കാം. ഇഹ്റാമിന് വേണ്ടി ഞാൻ കുളിക്കുന്നു, യാത്രയ്ക്ക് വേണ്ടി കുളിക്കുന്നു, ജമാഅത്തിന് വേണ്ടി കുളിക്കുന്നു. കുളിയും സുന്നത്തായ കുറേ കാര്യങ്ങളുണ്ട്, അവിടെ പിന്നീട് പറയും. പക്ഷെ അവിടെ നമുക്ക് ആ സുന്നത്തായ കാര്യത്തെ കരുതിയാൽ മതി. പക്ഷെ പൊതുവെ നമ്മൾ അങ്ങനെ പറ്റില്ല. നമ്മളിപ്പോ പള്ളിയിൽ കയറാൻ വേണ്ടി പോകും, അപ്പോൾ പറയാം പള്ളിയിൽ കയറാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കാൻ ജനാബത്തുകാരനായ ഒരാളാണ്, അപ്പോൾ അയാൾ പറയാം ജനാബത്തുകാരനെ തിന്നാൻ വേണ്ടി ഉണ്ടാകുന്നത്. അത് പറ്റില്ല. പൊതുവിന്റെ കാര്യത്തിൽ എപ്പോഴും ഒരേ പൊതുവിന്റെ പറഞ്ഞോ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉണ്ടാകുന്നുവെന്നോ ചെറിയ അശുദ്ധിയെന്നോ ഉള്ള നീയത്ത് വെച്ചുകൊണ്ട് തന്നെ ഉണ്ടാകാം. നിർബന്ധമായി ഉണ്ടാക്കേണ്ട ചില ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞു പോയല്ലോ. നിസ്കാരത്തിന് വേണ്ടി, തവാഫിന് വേണ്ടി, സുജൂദിന് വേണ്ടി, ജുമുഅയുടെ ഖുത്ബക്ക് വേണ്ടി, മുസ്ഹഫ് തൊടാൻ വേണ്ടി, മുസ്ഹഫ് ചുമക്കാൻ വേണ്ടി. വക്കൽ മുസ്ഹഫ് മുസ്ഹഫ് പോലെയാണ് ഖുർആൻ എഴുതപ്പെട്ടതെല്ലാം മുസ്ഹഫ് പോലെ തന്നെ. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ആയത്തിനെ കുറിച്ച് യാസീനൊക്കെ എഴുതി വെക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് ഓതുക എന്ന ലക്ഷ്യത്തിലല്ല ഉണ്ടാക്കിയത്, അത് ബർക്കത്ത് എന്ന ലക്ഷ്യത്തിലാണ്. അതുകൊണ്ട് അത് തൊടാൻ വേണ്ടി വലിയ ആവശ്യമില്ല. മുസ്ഹഫ് എഴുതിയതെല്ലാം ചുമക്കുമ്പോൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. പക്ഷെ എന്തിനു വേണ്ടി എഴുതി, അവിടെയാണ് വിശേഷം. ഓതാൻ വേണ്ടി എഴുതിയതാണ് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി എഴുതിയതാണ്, അതെല്ലാം തൊടുമ്പോൾ ഉണ്ടായിരിക്കണം. അതേസമയം ബർക്കത്തിന് വേണ്ടി എഴുതിയതാണ്. നമ്മുടെ വീടുകളിലൊക്കെ വിൽപ്പന നടത്താൻ വേണ്ടി ആയത്തിൽ കുർസി കൊണ്ടുവരും, ആമദ റസൂൽ കൊണ്ടുവരും, യാസീൻ കൊണ്ടുവരും, കൊണ്ട് തുടങ്ങിയ സൂറത്തുകളുണ്ട്. ആ സൂറത്തുകളൊക്കെ കൊണ്ടുവരും. ഇതൊക്കെ കൊണ്ടുവരുന്നതാണ് സംബന്ധിച്ചിടത്തോളം ഒന്നുണ്ടായിരിക്കില്ല. കാരണം എന്താ, അത് ഓതാൻ വേണ്ടി എഴുതിയതല്ല, ബർക്കത്തിന് വേണ്ടി എഴുതിയതല്ല. അങ്ങനെയുള്ള വസ്തുക്കളെ തൊടാൻ ആവശ്യമില്ല എന്ന് മഹാന്മാരായ പറയുന്നു. അതേസമയം മുസ്ഹഫ് അത് ഒരിക്കലും ഇല്ലാതെ തൊടാൻ പാടില്ല. അതിന്റെ ചട്ട തൊടാൻ പാടില്ല, അതിന്റെ വെളുത്ത ഭാഗം തൊടാൻ പാടില്ല, അതിന്റെ ഉള്ളിൽ തൊടാൻ പാടില്ല. മുസ്ഹഫിന് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെച്ചതായ ഒരു പെട്ടിയുണ്ട്, അതിൽ മുസ്ഹഫുമുണ്ട്, എങ്കിൽ അത് പോലും തൊടാൻ പാടില്ല. മുസ്ഹഫ് ഇടാൻ വേണ്ടി ഉണ്ടാക്കിയ പെട്ടിയുണ്ട്, മുസ്ഹഫ് പുറത്താണ്, പെട്ടി വേറെയാണ്. ഇപ്പൊ പെട്ടി തൊടാൻ അതിന് കുഴപ്പമില്ല. കാരണം എന്താ, അതിൽ മുസ്ഹഫില്ല. മുസ്ഹഫിന് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെച്ച പെട്ടിയാണ്. ആ പെട്ടിയിൽ മുസ്ഹഫുണ്ട്, അപ്പോൾ ആ പെട്ടി തൊടാൻ പാടില്ല, ഉണ്ടാക്കാൻ ബന്ധമാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരു പെട്ടിയുണ്ട്, ആ പെട്ടി മുസ്ഹഫിന്റെ പെട്ടിയല്ല. പക്ഷെ ഇപ്പോൾ അത് മുസ്ഹഫുണ്ട്, എന്നാൽ ആ പെട്ടി തൊടാൻ ആവശ്യമില്ല. കാരണം മുസ്ഹഫിന്റെ പെട്ടിയല്ല. വളരെ ശ്രദ്ധിക്കാൻ കഴിയുന്ന അവസരം. മുസ്ഹഫിന് വേണ്ടിയുള്ള ഒരു പെട്ടിയാണ്. മുസ്ഹഫ് ഇടാറുണ്ട്, മുസ്ഹഫ് ഇടാൻ വേണ്ടി മാത്രം തയ്യാറാക്കി എങ്കിൽ അതിൽ മുസ്ഹഫ് ഉണ്ടാകുമ്പോൾ ഇനി ആ പെട്ടി തൊടാൻ പാടില്ല. മുസ്ഹഫിന്റെ തന്നെയാണ്, പക്ഷെ മുസ്ഹഫ് പുറത്താണ്, പെട്ടി വേറെയാണ്. അത് കുഴപ്പമില്ല. എന്നാൽ മുസ്ഹഫ് ഉണ്ടായാലും ചില പെട്ടികളുടെ പ്രശ്നമില്ല. അതേതാ, മുസ്ഹഫിന്റെ പെട്ടിയല്ല, നമ്മുടെ ഡ്രസ്സൊക്കെ കൊണ്ടുപോകാൻ വെച്ച ഒരു പെട്ടിയാണ്. ആ പെട്ടിയിൽ ഈ ഒരു മുസ്ഹഫ് ഉണ്ട് എങ്കിൽ പോലും ആ പെട്ടിയോടുള്ള ഹറാമല്ല. ചിലപ്പോൾ മുസ്ഹഫ് ലക്ഷ്യമില്ലാത്ത സമയങ്ങളുണ്ടാവും. നമ്മളിപ്പോ കുറെ സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് പോവാം, കൂട്ടത്തിലൊരു മുസ്ഹഫ് നമ്മൾ വാങ്ങി. ആ സമയത്ത് നമുക്ക് ഒതുണ്ടാകാൻ നിർബന്ധമില്ല. കാരണം മുസ്ഹഫ് ചുമക്കുക എന്നതല്ല അവിടുത്തെ ഔദ്യോഗിക ലക്ഷ്യം. കുറെ സാധനങ്ങളുണ്ട്, കൂട്ടത്തിലൊരു മുസ്ഹഫുണ്ട്,
മറ്റു ചരക്കുകളാണ് അവിടുത്തെ ലക്ഷ്യങ്ങൾ. അതിന്റെ കൂട്ടത്തിൽ ഒരു മുസ്ഹഫ് ഉണ്ടായാൽ ആ ചരക്കുകൾ മൊത്തത്തിൽ വഹിക്കാൻ വുദൂഇന്റെ ആവശ്യമില്ല എന്ന് മഹാന്മാരായ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് വുദൂ ഉണ്ടായിരിക്കുകയില്ല. നമുക്ക് വുദൂ ഇല്ലാതെ മുസ്ഹഫിനോട് ഹറാമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ കുട്ടിയെ വിളിക്കും, ഇതുവരെ മുസ്ഹഫ് കൊണ്ടുവരാൻ അത് മരിക്കാൻ വരാം, എന്നിട്ട് അവരങ്ങനെ മരിക്കാൻ നമ്മളിങ്ങനെ പോകുന്നു. സത്യത്തിൽ നമുക്ക് വേണ്ടിയല്ല ഈ കുട്ടി ഈ മുസ്ഹഫ് എടുത്ത് കൊണ്ടുവന്നത്, അല്ല കുട്ടിക്ക് വേണ്ടിയല്ല ഈ മുസ്ഹഫ് എടുത്ത് കൊണ്ടുവന്നത്, നമുക്ക് വേണ്ടിയാണ്. അത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തെറ്റായ കാര്യമാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി ഫുഖഹാ പറയുന്നു, അവർക്ക് തൊടാനും ചുമക്കാനും വുദൂ വേണ്ട. എപ്പോ? കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയാവും. നമുക്ക് വുദൂ ഇല്ലാത്തതിന്റെ പേരിൽ കുട്ടിയെ കൊണ്ട് മുസ്ഹഫ് കൊണ്ടുവരിക, മരിക്കാൻ ആവശ്യപ്പെടുക, എന്നിട്ട് നമ്മൾ ഖുർആൻ ഓതുക. നമുക്കത് ചെയ്യാം. പക്ഷേ ഈ കുട്ടി ഈ മുസ്ഹഫ് തൊട്ടത് കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി അല്ലാത്തത് കൊണ്ട് തെറ്റാണ്. അക്കാര്യം നമ്മൾ നിർവഹിക്കുമ്പോൾ അതിന്റെ കുറ്റം നമുക്ക് കാണുന്നുണ്ടാവുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതാ തമീസെത്താത്ത കുട്ടികളുടെ കൈകളിൽ മുസ്ഹഫ് കൊടുക്കാൻ പാടില്ല. തമീസെത്താത്ത കുട്ടികളുടെ കൈകളിൽ മുസ്ഹഫ് കൊടുക്കാൻ പാടില്ല. മുസ്ഹഫിൽ പൈസ വെക്കാൻ പാടില്ല. മുസ്ഹഫ് പിച്ച് ചീന്താൻ പാടില്ല. മുസ്ഹഫിലേക്ക് കാൽ നീട്ടാൻ പാടില്ല. അറബിയല്ലാത്ത ഭാഷയിൽ ഖുർആൻ എഴുതാൻ പാടില്ല. മലയാളത്തിൽ ഖുർആൻ എഴുതാൻ, നമ്മൾ മലയാളത്തിൽ ഖുർആൻ എഴുതിയ ചില പുസ്തകങ്ങളൊക്കെ കാണാം. ശാഫിഈ മദ്ഹബിലെ ബലപ്പെട്ട അഭിപ്രായം അനുസരിച്ച് അറബി അല്ലാത്ത ഭാഷയിൽ ഖുർആൻ എഴുതൽ ഹറാമാണ്. അതുപോലെ ഖുർആൻ എഴുതിയതിനെ വിഴുങ്ങൽ ഹറാമാണ്. ഖുർആൻ എഴുതിയിട്ട് അത് മാച്ച് അക്ഷരങ്ങളൊന്നും കാണാത്ത വിധത്തിൽ നമുക്ക് കുടിക്കാം, അത് പ്രശ്നമില്ല. പക്ഷെ മുസ്ഹഫിലെ പ്രശ്നത്തിൽ നമുക്ക് കഴിക്കാം. അത് ചെന്നെത്തുന്നത് ആമാശയത്തിലാണ്. അവിടെ ഉള്ള മലിനമാണ്, നജസാണ്, തെറ്റാണ്. ഏതുപോലെ ചില ആളുകൾ മുസ്ഹഫിന്റെ നാട് കളിച്ചുകൊണ്ട് വെള്ളം ശുദ്ധിയാക്കി അങ്ങനെ നമുക്ക് സൂക്ഷിക്കപ്പെടാൻ പറ്റാത്ത വല്ല മുസ്ഹഫുകളോ ഗ്രന്ഥങ്ങളോ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടോ, പഴയ ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കാനും പറ്റുന്നില്ല. സൂക്ഷിക്കാൻ പരമാവധി നമ്മൾ സൂക്ഷിക്കുകയാണ് വേണ്ടത്. അതിന് ബർക്കത്താണ്. പ്രത്യേകിച്ച് നല്ല ബർക്കത്തുള്ള സ്വാലിഹീങ്ങളായ ആളുകൾ ഓതിയ ഖുർആനുകളൊക്കെ ആണെങ്കിൽ അതിന്റെ ഒരു അസർ ഉണ്ടാവും. അത് വീട്ടിലൊരു വിളക്കാണ്. പക്ഷേ മുസ്ഹഫിന്റെ കുറെ കഷ്ണങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്, കുറെ ഗ്രന്ഥങ്ങളുടെ മറ്റ് അവശിഷ്ടങ്ങളുണ്ട്. നമുക്കത് സൂക്ഷിക്കാൻ കഴിയുന്നില്ല. എങ്കിൽ പിന്നെ ശുദ്ധമായ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് എല്ലാവരും സൂക്ഷിക്കും, കത്തിച്ചെടുക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഖുർആൻ എഴുതിയപ്പോൾ മഹാനവറുകൾ 7 ഖുർആനുകൾ എഴുതി. 7 രാഷ്ട്രങ്ങളിലേക്ക് കൊടുത്തയച്ചു. വെള്ളിയാഴ്ച പറഞ്ഞു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഈ 7 ഖുർആനല്ലാത്ത ഒരു കഷ്ണവും ഇനി കാണാൻ പാടില്ല. ഇത് മുഴുവൻ ചുറ്റുകഴിക്കണം. കാരണം അതൊന്നും സൂക്ഷിക്കപ്പെടാൻ പറ്റില്ല. മാത്രമല്ല ഇനി അതിനെ ചൊല്ലി ചിലപ്പോൾ അതിന് വള്ളി പോയതോ പുള്ളി പോയതോ ഒക്കെ ആയ ചില സമയങ്ങൾ ഉണ്ടാകാം. അതിനെടുത്ത് കാണിച്ചിട്ട് അവിടെ അങ്ങനെ അല്ലല്ലോ, അവിടെ അങ്ങനെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് തർക്കമുണ്ടാവും. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ, സങ്കീർണമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ 7 മുസ്ഹഫല്ലാത്ത ബാക്കിയുള്ളതെല്ലാം വിട്ടുകരിക്കണമെന്ന് ഓർഡർ പ്രഖ്യാപിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ വീടുകളിൽ ഇതുപോലെ അലക്ഷ്യമായി കിടക്കുന്ന സൂക്ഷിക്കാൻ പറ്റാത്ത മുസ്ഹഫുകളുടെ കഷ്ണങ്ങളുണ്ടെങ്കിൽ, അതുപോലെ അറബി കിതാബുകളുണ്ടെങ്കിൽ ഇതെല്ലാം വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി കത്തിച്ചതിന് ശേഷം അതിന്റെ ചാമ്പൽ എടുത്തിട്ട് ഇങ്ങനെ പൊടിയാക്കി പിന്നെ ഒരു അക്ഷരം കാണാൻ പറ്റാത്ത വിധത്തിൽ ആക്കാം. എന്നിട്ട് വേണമെങ്കിൽ വെള്ളത്തിൽ പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ ശുദ്ധമായ സ്ഥലത്തിനോട് പോയി ഒഴിക്കണം. കഷ്ണങ്ങൾ നമുക്ക് അക്ഷരങ്ങൾ തെളിയാത്ത വിധത്തിൽ അതിനെ ഭസ്മമാക്കിയാൽ തന്നെ നമ്മുടെ ആ ജോലി
ഈ രൂപത്തിലാണ് അതിനെ കൈകാര്യം ചെയ്യുക. അല്ലാതെ മുസ്ഹഫ് അതുപോലെ കൊണ്ടുപോയി പുഴയിലിടുക, മുസ്ഹഫ് അതുപോലെ കൊണ്ടുപോയി വെള്ളത്തിലിട്ട് കിണറ്റിൽ പിടിച്ചിട്ടൊന്നും ചെയ്യില്ല. കാരണം അതുപോലെ 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ അതിന്റെ കഷ്ണങ്ങൾ വെള്ളത്തിൽ വരും. പിന്നെ അത് ബാത്റൂമിലൊക്കെ പോയി ചെന്നെത്തുന്ന ഒരവസരത്തിലാണ്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഫഖഹാവ് പറയുന്നത്, സൂക്ഷിക്കപ്പെടാൻ പറ്റാത്ത ഗ്രന്ഥങ്ങൾ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ ശുദ്ധമായ ഒരു സ്ഥലത്തെ ഒരുമിച്ച് കൂട്ടി അതിനെ കരിച്ചു കളയുകയും അക്ഷരങ്ങൾ കാണാത്ത വിധത്തിൽ പൊടി പൊടിയാക്കി അതിനെ ഉപേക്ഷിക്കുകയും വേണമെന്ന് ഫഖഹാവ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് കുറേ കുറിച്ച് പറയണം. മാറാവട്ടെ. റഹ്മാനുള്ളാഹിമായ റബ്ബ് നമ്മൾ നിർവഹിക്കുന്ന ഈ അമലുകളെ കടമിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇൽമുകളൊക്കെ ആമീൻ. പൂർണ്ണമായ രീതിയിൽ നമ്മുടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ നമുക്ക് തോന്നിയിരിക്കുമാറാവട്ടെ. റഹ്മാനുള്ളാഹിമായ റബ്ബ് ഈ വെള്ളിയാഴ്ചയുടെ ഈ എൽമിന്റെ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും സർവ്വ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാൻ. ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ റഹ്മാൻ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാൻ. പടച്ചവനെ ഞങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കണേ റഹ്മാൻ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു